ഇപ്പൊ സമയം ഒരു 3:30 ആണ്. നമ്മളിപ്പോ എണീറ്റതേ ഉള്ളൂ. എണീറ്റ് ഞാൻ പല്ലൊക്കെ തേച്ചു. ഇനി നമുക്ക് കുളിച്ചിട്ട് വരാം. ഓക്കെ. ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ അങ്ങനെ റെഡി ആയിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എല്ലാവരും റെഡി ആയിട്ടുണ്ട്. സോ നമുക്കിനി അധികം വൈകിക്കേണ്ട, വേഗം വിളക്കൊക്കെ കത്തിച്ച് ഇറങ്ങാം. ഇന്ന് നമ്മൾ ആരൊക്കെ പോകുന്നതെന്ന് പറയണ്ടേ. ഞാനുണ്ട്, അമ്മയുണ്ട്, കണ്ണനുണ്ട് ആസ് ഓൾവേസ്, പിന്നെ മനീഷ് ഉണ്ട്, ചേച്ചിയുണ്ട്, മനു ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെയാണ് പോകുന്നത്. നമ്മൾ അങ്ങനെ ഒരു 5:30 കൂടിയൊക്കെ വീടെല്ലാം പൂട്ടി നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരും കൂടെ ഒരുപാട് നാൾക്ക് ശേഷമാണ് പോകുന്നത്. പിന്നെ ഇതൊരു നല്ലൊരു മെമ്മറി അല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ എടുത്ത് നോക്കുമ്പോഴായാലും നല്ല രസമായിരിക്കും. ഇപ്പം തന്നെ ആയാലും ഞാൻ കഴിഞ്ഞ വർഷത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മളിൽ വരുന്ന ഓരോ ചേഞ്ചസ്, അപ്പിയറൻസിൽ വരുന്ന ചേഞ്ചസ്, അതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമായിരിക്കും. നമ്മൾ പണ്ട് കുഞ്ഞായിരുന്ന മാതിരിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിന്ന് എവിടെ പോകുന്നത് ഞാൻ ഇത്ര നേരമായിട്ട് പറഞ്ഞില്ല. നമ്മളിന്ന് മെയിനായിട്ട് ഉദ്ദേശിച്ചത് ശ്രീ പത്മനാഭസ്വാമി അമ്പലത്തിൽ പോകാനാണ്. പക്ഷേ നമ്മൾ പോകുന്ന വഴി വേറെ 2-3 അമ്പലത്തിൽ കയറിയിട്ടാണ് പോകുന്നതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചേക്കാം. ഏതൊക്കെ അമ്പലമാണെന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ പോകാം. നമ്മൾ ഇറങ്ങിയ സമയത്ത് നല്ല ഇരുട്ടായെങ്കിലും കുറച്ചങ്ങോട്ട് പോയപ്പോഴേക്കും അത്യാവശ്യം വെട്ടമൊക്കെ വന്ന് അമ്മയ്ക്കും ചേച്ചിക്കും വിശപ്പിൻ്റെ വിളി വന്നതാണോ എന്താണെന്നൊക്കെ അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളൊരു ചായ കുടിക്കാനായിട്ടൊരു സ്ഥലത്ത് നിന്നിട്ടുണ്ട്. ചായ കുടിക്കാൻ മാത്രമല്ലായിരുന്നു, എല്ലാവർക്കും ഒരു റിഫ്രഷ്മെൻ്റ് ആവശ്യമായി തോന്നി. മനീഷൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു. ഈ ചായ കുടിക്കാൻ നിർത്തിയ സ്ഥലത്ത് ഇപ്പോൾ 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടിയിലിരിക്കുമ്പോൾ നമുക്കൊരു മുഷിപ്പ് ഫീൽ ചെയ്യില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇറങ്ങി റിഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. ഇനി കുറച്ച് റോ ഫുഡേഴ്സ് ആവാം അല്ലേ. അമ്മ വണ്ടി ഓടിച്ചോ? നടന്നല്ല, വണ്ടി ഓടിച്ചു. വെള്ളം അവളെ കാണണം. കുപ്പി അവൾക്കുണ്ടാ ഇച്ചിരി നീങ്ങടാ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായ എല്ലാം കുടിച്ച് ഇറങ്ങി നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒരു 7 മണിക്ക് മുമ്പായിട്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. കരിക്കകം ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അമ്മ ഇവിടെ മുന്നേ അമ്മയാണ് മെയിൻലി എല്ലാ അമ്പലത്തിലും ഓൾറെഡി വന്നിട്ടുള്ള ആൾ. സോ അമ്മയായിരിക്കും നമ്മളുടെ ഇന്നത്തെ ഒരു ഗൈഡ്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ തൊഴുതിറങ്ങി. നിങ്ങൾക്ക് അറിയാമല്ലോ, അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഓക്കെ, അതിന് മുമ്പ് കുറച്ച് വേണമെങ്കിൽ സ്ലോ മോഷൻ ആവാം. സ്ലോ മോഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ പാർക്കിംഗ് കിട്ടിയായിരുന്നു. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ട് നമ്മൾ ബാക്കിലാണ് പാർക്ക് ചെയ്ത്. അതാണ് ഇങ്ങനത്തെ ഒരു വഴി കാണുന്നത്. ഒരു ബാക്ക് സൈഡിൽ പാർക്ക് ചെയ്ത് ഒരു ഇച്ചിരി നടന്നു വരുമ്പോഴാണ് അമ്പലത്തിൽ. എനിക്ക് അമ്പലത്തിൽ കൂടുതൽ ക്ലിപ്സ് എടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ നമുക്ക് അവിടെ നിന്ന് കഞ്ഞി കിട്ടി. അങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു പഴയ റിച്വലിനെ പറ്റി പറയാൻ തോന്നുന്നത്. റിച്വൽ എന്നൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പണ്ട് തൊട്ട് നമ്മൾ ദൂരെയുള്ള അമ്പലത്തിലൊക്കെ പോവുകയാണെങ്കിൽ തൊഴുത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ട് മസാല ദോശ കഴിക്കും. അതെനിക്കൊരു നൊസ്റ്റാൾജിക് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് മസാല ദോശ പോയതിൽ എനിക്ക് ചെറിയ വിഷമം ഉണ്ടെങ്കിലും കഞ്ഞി വാസ് സൂപ്പർ ഗുഡ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു നൊസ്റ്റാൾജിക് പരിപാടി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ കഞ്ഞെല്ലാം കുടിച്ച് ടോയ്ലറ്റെല്ലാം പോയി ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഉണ്ട് ചേച്ചി നമ്മൾ വന്ന വഴി മറന്നു പോയിട്ട് വേറെ ഏതോ വഴിയിൽ പോയിട്ട് അതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കായിരുന്നു. എവിടെ ഏതാ വഴി? എന്തുവാ? അങ്ങനെ അതും പറഞ്ഞ് ചേച്ചീനെ കുറച്ച് നേരം ഇരുന്ന് കളിയാക്കിയതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ആറ്റുകാലിലേക്കാണ്. എല്ലാ അമ്പലങ്ങളിലെ പോലെ അമ്മ തന്നെയാണ് ഇവിടെ മോസ്റ്റ് ഓഫ് ദി ടൈം വന്നിട്ടുള്ളത്. അമ്മയ്ക്ക് പറ്റുന്ന പോലെ അമ്മ എല്ലാ തവണയും ഇവിടെ വന്ന് പൊങ്കാല ഇടാറുള്ളതാണ്. അങ്ങനെ നമ്മൾ അവിടെയും തൊഴുത് വേഗം തന്നെ ഇറങ്ങാണ്. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് അടുത്തൊരു തീരുമാനമായിരുന്നു ഇവിടെ വരാമെന്നുള്ളത്. അങ്ങനെ വന്ന് തൊഴുത് പോവുകയാണ്. നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടാണ്. അങ്ങനെ നമ്മൾ അവിടെ ഒരു 9:30 ആ ടൈമൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ പാർക്കിംഗ് കിട്ടാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടി. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ ഓൾറെഡി അമ്പലത്തിൻ്റെ അവിടെ ഇറക്കിയിട്ട് ഇവർ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിരുന്നത്. നമ്മളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവർ വന്നത്. അങ്ങനെ ഇവർ വന്ന് ഡ്രസ്സെല്ലാം മാറി നമ്മൾ ക്യൂ നിന്നു. ഞാൻ ആദ്യമായിട്ട് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളവർ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുള്ളൊരു അറിവ് മാത്രമേ ഉള്ളായിരുന്നു. നേരിട്ട് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് എനിക്ക് അത്ര ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വരുന്നു. നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി നമുക്ക് കഞ്ഞിയും കിട്ടിയായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി വന്നപ്പോൾ സമയം 1:30 കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് അതിനിടയ്ക്ക് ഒരു
പൂജ ടൈം അത്രയും നമ്മൾ ക്യൂ നിൽക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ കുറച്ച് ടൈം നമുക്ക് അവിടെ പോയി. പക്ഷേ അടിപൊളിയായിട്ട് തൊഴാനും എല്ലാത്തിനും സാധിച്ചു. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ എന്തായാലും നമ്മൾ ട്രിവാൻഡ്രം വരെ വന്നതല്ലേ എന്ന് വെച്ച് ലുലുവിൽ പോകാൻ തീരുമാനിച്ചു. എല്ലാവരും ടയേർഡാണ്. ഇവണ്ടോ എല്ലാവർക്കും ലുലുവിൽ പോകാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലുലുവിലേക്ക് പോകുന്നു. അതിൻ്റെ ഉള്ളിലത്തെ ക്ലിപ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ വരുന്നത്. ലുലു പോയി ഇറങ്ങി നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പത്മനാഭസ്വാമിയുടെ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം, നമുക്കൊരു ഓർമ്മയ്ക്ക് പിന്നീട് നോക്കുമ്പോൾ അതിൽ രസമല്ലേ. അപ്പം അതിന് വേണ്ടി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.